ഇന്ന് 70ാം റിപ്പബ്ലിക് ദിനം. കൽപ്പറ്റ SKMJ സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പതാക ഉയർത്തി. ഭരണഘടനയും ജനാധിപത്യ സ്ഥാപനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി പറഞ്ഞു. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാതല റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയക്കെടുതിയിൽ കേരളം കാണിച്ച സമർപ്പണ ബോധം കേരളത്തിന്റെ നവകേരള സൃഷ്ടിക്കും ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നത് ഭരണഘടനയാണ്. പുറത്തുനിന്നുള്ള ഭീഷണികളെക്കാൾ രാജ്യത്തിനകത്തു നിന്നുള്ള ഭീഷണിയാണ് രാജ്യം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവാർപ്പണം നടത്തിയ ധീരദേശാഭിമാനികളെയും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി അനുസ്മരിച്ചു. ഈ മഹാരാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ജീവാർപ്പണം നടത്തിയിട്ടുള്ള രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ധീര ദേശാഭിമാനികളായ വ്യക്തിത്വങ്ങൾക്ക്, സ്വാതന്ത്ര്യ സേനാനികൾക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കാം. സമഗ്രമായ നവകേരള പുനർനിർമ്മാണമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ജാതിമത രാഷ്ട്രീയ വേർതിരിവില്ലാതെ പ്രളയകാലത്ത് കേരളം ലോകത്തിനു കാണിച്ചു കൊടുത്ത ഐക്യം പ്രളയാനന്തര പുനർനിർമ്മാണത്തിനും കാത്തുസൂക്ഷിക്കാൻ കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭരണഘടനയ്ക്ക്, ജനാധിപത്യത്തിന്, മതനിരപേക്ഷതയ്ക്കെല്ലാം എതിരായി ചെറുതും വലുതുമായ ഭീഷണികൾ ഉയരുകയാണ്. അതെല്ലാം അതിജീവിക്കുന്നതിന്, അതിജീവനത്തിന്റെ കരുത്തുമായി ദേശാഭിമാനജനമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ സന്ദർഭത്തിൽ വിനീതമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് സംസ്ഥാനം, പ്രളയക്കെടുതികൾ കൊണ്ട് കണ്ണീര് കുടിച്ച ഒരു കാലഘട്ടമുണ്ടായി. ആ പ്രളയത്തിൻ്റെ ദുരന്തമുഖങ്ങൾ ആദ്യമായി കാണാൻ കഴിഞ്ഞതും നമ്മുടെ വയനാട് ജില്ലയിലാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ ഇവിടെ പങ്കെടുത്തപ്പോൾ ആഘോഷങ്ങളും ആർഭാടങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കപ്പെടുകയുണ്ടായി. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ ആദരവ് അർപ്പിച്ചു. കേരളം ഒറ്റക്കെട്ടായി നിന്നു. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ നാടും നഗരവും ഉണർന്നെഴുന്നേറ്റു പ്രളയത്തിന്റെ ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടി. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സേനാ വിഭാഗങ്ങളും NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, YRC തുടങ്ങിയ വിദ്യാർത്ഥി കാഡറ്റുകളും പരേഡിൽ പങ്കെടുത്തു. ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻസ്പെക്ടർ PC രാജീവ് പരേഡിന് നേതൃത്വം നൽകി. ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് SI MK ശ്രീധരൻ അസിസ്റ്റന്റ് കമാൻഡറായിരുന്നു. ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നിരവധി പേരാണ് റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ SKMJ സ്കൂളിലെത്തിയത്. വയനാട് വിഷൻ, കൽപ്പറ്റ. വർഗീയ ആശയ സംഘടനമാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ജില്ലാ സ്പെഷ്യൽ ജഡ്ജ് P. സൈതലവി മാനന്തവാടി കോടതി സമുച്ചയത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ 70 വർഷത്തെ പുരോഗതിക്ക് വഴിവെച്ചതിന് നന്ദി പറയേണ്ടത് ഇന്ത്യൻ ഭരണഘടനയോടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മജിസ്ട്രേറ്റുമാരായ P. സുഷമ, ജംഗീഷ് നാരായണൻ, മാനന്തവാടി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ീയപരമായ ആശയ സംഘടനകളായിരുന്നു ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിച്ചത്. പക്ഷേ ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയ ആശയങ്ങൾ ഒരുപക്ഷെ വർഗീയ ആശയങ്ങൾക്ക് വഴിമാറി എന്ന് വേണം ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഈ പറയുന്ന വർഗീയ ആശയ സംഘടനമാണ്. അതിൽ നിന്നും നമ്മൾ തിരിച്ച് രാഷ്ട്രീയ ആശയ സംഘടനത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും കുടുംബസംഗമവും നടത്തി. ബത്തേരി JC's ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ TL സാബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KM അബ്രഹാം അധ്യക്ഷനായിരുന്നു. രാമകൃഷ്ണൻ കട്ടയാട്, VA തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
നിങ്ങൾ പൊരുതിയ ആ ദീപ്ത സ്മരണകൾ നിങ്ങൾ അയവിറക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ മറ്റേതു മേഖലകളിൽ ജോലി ചെയ്തിട്ട് റിട്ടയർഡായി പോകുന്നവരെക്കാൾ ഏത് സ്ഥലത്ത് കയറി ചെന്നാലും രാജ്യസ്നേഹം സ്മരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും ബഹുമാനമാണ്. ഒരു എക്സ് മിലിറ്ററി, എക്സ് സർവീസ് മാൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതിന് വിലമതിക്കാനാവാത്ത രത്നത്തെക്കാൾ വിലയുണ്ട് നിങ്ങളുടെ ആ സ്ഥാനത്തിന്. ഒരു സംശയവും വേണ്ട. വെള്ളമുണ്ട ഗവൺമെന്റ് LP സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വരാമ്പറ്റ GHSS സ്കൂൾ 70ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് O. നാസർ പതാക ഉയർത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു ടീച്ചർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ പ്രത്യേക കലാവിരുന്നും അരങ്ങേറി. സീനിയർ അസിസ്റ്റന്റ് ഇമ്മാനുവൽ പരിപാടിക്ക് നേതൃത്വം നൽകി. നീലഗിരിയിലെ തൊപ്പക്കാട് ആനവളർത്തൽ കേന്ദ്രത്തിൽ വിപുലമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വരിവരിയായി നിന്ന ഗജവീരന്മാർ ദേശീയ പതാക ഉയർത്തവേ തുമ്പിക്കൈ ഉയർത്തി ദേശീയ പതാകയെ ആദരിച്ചു. നീലഗിരിയിലെ മുതുമല കടുവാ സങ്കേതത്തിൽ തെപ്പക്കാട് ആനവളർത്തൽ കേന്ദ്രത്തിലാണ് വ്യത്യസ്തമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. ദേശീയ പതാക ഉയർത്തവേ ആനകൾ തുമ്പിക്കൈ ഉയർത്തി ആദരിക്കുന്നത് കാണാൻ പലയിടത്തു നിന്നും സഞ്ചാരികൾ എത്തിയിരുന്നു. ആനകളെ പരിശീലിപ്പിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. മുതുമല കടുവാ സങ്കേതത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ചെമ്പകപ്രിയ ദേശീയ പതാക ഉയർത്തി. ഈ സമയം ആനകൾ വ്യത്യസ്ത ശബ്ദമുണ്ടാക്കി തുമ്പിക്കൈ ഉയർത്തിയാണ് ദേശീയ പതാകയെ ആദരിച്ചത്. വയനാട് വിഷൻ, ചീരാൽ. ചീരാൽ വെള്ളച്ചാൽ പാലത്തിനടിയിൽ തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് വടക്കുവയൽ ഹരിദാസിനെയാണ് മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 35 വയസ്സ് പ്രായമുണ്ട്. പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബത്തേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മദ്യലഹരിയിലാണ് അപകടമെന്നും കരുതുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്ന മദ്യം കേരളത്തിൽ സ്വാതന്ത്ര്യത്തോടെ പാനം ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. 2 മാസങ്ങൾക്കിടെ അതിർത്തി പ്രദേശങ്ങളിൽ മദ്യലഹരിയിൽ അപകടത്തിൽപ്പെട്ടത് 2 പേർ. എക്സൈസ്, പോലീസ് വകുപ്പുകൾ പരിശോധനകൾ കർശനമാക്കണമെന്ന ആവശ്യമുയരുകയാണ്. കേരള തമിഴ്നാട് അതിർത്തികളിൽ മദ്യലഹരിയിലുള്ള അപകടങ്ങൾ പതിവാകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മദ്യം വാങ്ങി കേരള പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകളും പാലങ്ങളും കലുങ്കുകളുമാണ് മദ്യപിക്കാനുള്ള കേന്ദ്രങ്ങളാക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ നമ്പിക്കൊല്ലി സ്വദേശി മുത്തു നമ്പ്യാർകുന്ന് കണ്ണേങ്കാട് പാലത്തിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. സമാന രീതിയിലാണ് ഇന്നലെ രാത്രി ഹരിദാസിൻ്റെയും മരണം. ആവർത്തനങ്ങളുണ്ടാകുമ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ ഫലപ്രദമായ പരിശോധനകളില്ലെന്നതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വില കുറഞ്ഞതും വീര്യം കൂടിയതുമായ മദ്യം കേരളത്തിലേക്ക് കടത്തുന്നതിനും സംഘങ്ങളുണ്ട്. ഇവരെ നിയന്ത്രിച്ചും കേരള പ്രദേശങ്ങളിൽ മദ്യപിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കും അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആളുകളുടെ ഇടയിൽ ഇത് വളരെ സൗകര്യപ്രദമായി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് അവിടുന്ന് കഴിക്കാതെ ഇവിടെ പ്രദേശങ്ങൾ പാലത്തിൻ്റെ അടുത്തും മറ്റിടത്തും കൊണ്ടുവന്ന് അവിടെ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കുകയും ഇപ്പോൾ തൊട്ടടുത്ത 1 മാസം കൊണ്ട് നടക്കുന്ന 2ാമത്തെ ദുരന്തമാണ്. നമ്പ്യാർകുന്ന് പാലത്തിനടിയിൽ ഒന്ന് കണ്ടു, ഈ പാലത്തിനടിയിൽ ഒന്ന് കണ്ടു. ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയന്ത്രണം കർശനമായി കേരളത്തിലെ എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്ത് ശക്തമായ പരിശോധന ഉണ്ടാകണം. വ്യാപകമായ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം, കുപ്പി ഇതെല്ലാം കൂടെ നമ്മുടെ പ്രദേശത്ത് കൊണ്ടൊന്ന് ഉപേക്ഷിക്കുക. അതിൻ്റെ പേരിലുണ്ടാകുന്ന ദുരന്തങ്ങൾ വേറെ, ഈ മദ്യപാനം കൊണ്ടുള്ള ദുരന്തങ്ങൾ വേറെയും. അത് മദ്യം അവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം ആണെങ്കിൽ പോലും അതിൻ്റെ ദുരന്തം ഇവിടെ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് ഒഴിവാക്കുന്നതിനാവശ്യമായ പരിശോധനയും ഇടപെടലും കേരള എക്സൈസിൻ്റെയും പോലീസിൻ്റെ ഭാഗത്തുണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കേരളത്തിൽ കൊണ്ടുവന്നത് കഴിക്കാൻ, അത് കേരളത്തിൽ വിൽക്കുന്ന മദ്യത്തിൻ്റെ പേരിൽ ഇത്തരം വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ നിന്ന് കഴിക്കുന്ന ദുരന്തമോ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത് പരിശോധിക്കുന്നതിനാവശ്യമായ ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്. വയനാട് വിഷൻ, ചീരാൽ. പുൽപ്പള്ളി സ്വദേശിയായ ആദിവാസി യുവതിയെ പോലീസ് നിരന്തരം കേസുകളെടുത്ത് വേട്ടയാടുന്നതായി പരാതി. നീതി തേടി യുവതി മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. യുവതിക്ക് നിയമപരിരക്ഷ നൽകുമെന്ന് ആദിവാസി വനിതാ പ്രസ്ഥാനം സംസ്ഥാന പ്രസിഡന്റ് കെ അമ്മിണി പറഞ്ഞു. പുൽപ്പള്ളി സ്വദേശിയായ യുവതി 2006-ൽ വീട്ടുജോലിക്ക് നിൽക്കുന്നതിനിടെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ 3 പേർക്കെതിരെ കേസെടുക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു.
അന്ന് കേസന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്നീട് ഈ യുവതിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ തന്റെ പേര് ബോധപൂർവം വലിച്ചിഴച്ചത് എന്തിനെന്ന ചോദ്യം ചെയ്ത് യുവതി പരാതി നൽകിയതോടെ തനിക്കെതിരെ പോലീസ് പ്രതികാര മനോഭാവത്തോടെ പെരുമാറുകയാണെന്നാണ് ആദിവാസി യുവതിയുടെ ആരോപണം. ആദിവാസി സ്ത്രീയായ തനിക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് നിയമവും തന്നെ ദ്രോഹിക്കുകയാണെന്നും ഇവർ പറയുന്നു. പോലീസ് വേട്ടയാടാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2006 ഒരു റേപ്പ് കേസിൽ പീഡിതയാണ്. അതിലെന്നെ സഹായിച്ച ഒരു പോലീസുകാരുണ്ട്. പോലീസുകാരന് ഞാനുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പോലീസ് തന്നെ എന്നോട് ചോദ്യം ചെയ്യാതെ എന്നെ കാണാതെയും മൊഴിയെടുക്കാതെയും പോലീസ് ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി SP-ക്ക് കൊടുക്കുകയും SP ആ റിപ്പോർട്ട് പ്രകാരം ഞാനൊരു മോശക്കാരിയായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കാണുകയോ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ അഡ്രസ്സും എല്ലാം അറിയാവുന്ന ഒരു പോലീസുകാർ എന്നോട് ചോദിക്കാതെയാണ് പോലീസിന് തോന്നാവുന്ന വിധത്തിൽ പോലീസ് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം എന്നെ ശല്യപ്പെടുത്തലും ബുദ്ധിമുട്ടിക്കലുമാണ്. ഞാനിത് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനായിട്ട് പോലീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പോലീസ് അന്നേരം എൻ്റെ എതിരായിട്ട് കേസിടും. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകുമെന്നും യുവതിയോടൊപ്പം നീതി ലഭിക്കും വരെ സംഘടന ഒപ്പം നിൽക്കുമെന്നും ആദിവാസി വനിതാ പ്രസ്ഥാനം സംസ്ഥാന പ്രസിഡന്റ് കെ അമ്മണി പറഞ്ഞു. ഇപ്പോൾ 2006 പീഡനത്തിന് ഇരയായി ഈ സ്ത്രീയുടെ തുടർച്ചയായിട്ട് ഇവിടെ പലതരത്തിലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ സഹായിച്ചതിൻ്റെ പേരിൽ ആ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം സ്ഥാപിച്ചെന്നും മാത്രമല്ല ആ സ്ത്രീയെ താമസിക്കുന്ന പല സ്ഥലത്തും അവരിപ്പോൾ ജോലിക്ക് പോകാറുണ്ട്. ആ സ്ഥലങ്ങൾ മുഴുവനും പോലീസ് നിരന്തരം ഫോണ് സൈബർ ലൊക്കേഷൻ വെച്ച് അവരെ തേടി പിടിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ കേസ് പലതരത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ ആ തരത്തിൽ അവരെ കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വയനാട് ജില്ലാ പോലീസ് മേധാവി തന്നെ അവരുടെ പേരിലൊരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവർ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആദിവാസികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇത്രയും കൂടുതലും ആദിവാസികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട നിയമങ്ങളും എല്ലാം ഉള്ള സമയത്ത് ആദിവാസി സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ സംരക്ഷിക്കപ്പെടുന്നതിന് പകരം അവരെ കൂടുതൽ ബുദ്ധിമുട്ടുകയും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും അവരെ തന്നെ വീണ്ടും പ്രതികളാക്കി തീർക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇത്തരം പ്രശ്നങ്ങൾ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഇതിന് ശക്തമായ രീതിയിൽ തന്നെ സംഘടന എന്ന നിലയിൽ തന്നെ ഞങ്ങൾ ഭാർഗവി ഈ ആദിവാസി സ്ത്രീയുടെ 2006 മുതൽ ഈ കേസിൽ തുടർച്ചയായി നിരന്തരം ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെ നമ്മൾ ഈ പരാതി കൂടുതലും ഇതിൻ്റെ ഉന്നതതല അന്വേഷണത്തിന് നമ്മൾ പരാതി കൊടുക്കുകയും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് അങ്ങേയറ്റം വരെ പോകാനും നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഇടപെടൽ മൂലം ബന്ധുവീടുകളിൽ പോലും താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും യുവതി പറയുന്നു. ക്യാൻസർ രോഗബാധിതയായ യുവതി രോഗത്തിന്റെ അവശതകളിലുമാണ്. തനിക്ക് നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് ആദിവാസി കുറുമ വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ തീരുമാനം. വയനാട് വിഷൻ, കൽപ്പറ്റ. ബത്തേരിയിൽ നടക്കുന്ന വിത്തുത്സവം വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നു. അന്യം നിന്നു പോകുന്ന വിത്തിനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും പ്രദർശനവും കൈമാറ്റവുമാണ് നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ആയിരങ്ങളാണ് എത്തുന്നത്. ബത്തേരിയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച വിത്തുത്സവമാണ് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രദർശനവും കൈമാറ്റവുമാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളുകളിൽ 300ഓളം നെല്ലിനങ്ങൾ, 136 ഇനം പയറുവർഗ്ഗങ്ങൾ, വിവിധ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങി 6000-ലധികം തനത് ജനസുകളിലുള്ള വിത്തിനങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിനു പുറമെ വളർത്തുമൃഗങ്ങളുടെ പ്രദർശനവും ഇവിടെയുണ്ട്. ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 8ാമത് വിത്തുത്സവമാണ് ബത്തേരിയിൽ നടക്കുന്നത്. വിത്തുത്സവം 28-ന് സമാപിക്കും. അലയൻസ് കേരളയുടെ വിത്തുത്സവവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ 36 സ്റ്റാളുകളും ആകെ 72 സ്റ്റാളുകളാണ് ഉള്ളത്. അതിൽ കർഷകരുടെ 36 സ്റ്റാളുകളും ബാക്കി അനുബന്ധ സാധനങ്ങളുടെ സ്റ്റാളുകളുമാണ് ഉള്ളത്. ധാരാളം ആളുകൾ വിത്തുത്സവം കാണുവാനും ഉൽപ്പന്നങ്ങൾ സാധനങ്ങൾക്ക് വിത്തുകൾ മേടിക്കുവാനുമായി ഇവിടെ എത്തുന്നുണ്ട്. വിവിധ ഇനം പച്ചക്കറി വിത്തുകളും മറ്റ് നടീൽ വസ്തുക്കളും ഇവിടെ ലഭ്യമാണ്. ധാരാളം അന്യം വന്നു പോയിരുന്ന വസ്തുക്കൾ നമ്മൾക്ക് ഇവിടെ നിന്നും ലഭ്യമാണ്. വയനാട് വിഷൻ, ബത്തേരി. വിത്തുത്സവത്തിന്റെ ഭാഗമായി ബത്തേരിയിൽ പൊതുചർച്ച സംഘടിപ്പിച്ചു. അലയൻസ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഹോളിസ്റ്റിക് അഗ്രികൾച്ചറിന്റെ നേതൃത്വത്തിൽ കർഷക വരുമാന സുരക്ഷയും കടമുക്തിയും, വയൽ രക്ഷയും, നവകേരളവും, വിത്തവകാശവും, കർഷക സംഗമവും, സ്വതന്ത്ര വ്യാപാര കരാറുകളും വെല്ലുവിളികളും എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ചർച്ച സംഘടിപ്പിച്ചത്. ചർച്ചയ്ക്ക് കവിത കറുഗന്ധി, KP ഇല്യാസ്, S ഉഷ, R ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുഴകൾക്ക് സമാന്തരമായിട്ട് പരന്ന് കിടക്കുന്ന ആഴം കുറഞ്ഞ പച്ചപ്പാർന്ന മറ്റൊരു പുഴയാണ് ശരിക്കും പറഞ്ഞാൽ വയലുകൾ. ആ വയലുകൾ പുഴകളിൽ വെള്ളം നിറയുമ്പോൾ ഈ തോടുകൾ വഴി അല്ലെങ്കിൽ ചാലുകൾ വഴി ഈ വയലുകളിലേക്ക് എത്തുകയും വയൽ വെള്ളം പിടിച്ചു നിർത്തുകയും
ആവശ്യത്തിന് വെള്ളം ഏകദേശം 1 ലക്ഷം ഹെക്ടർ വയൽ 5 ലക്ഷം ലിറ്റർ വെള്ളം ഭൂഗർഭജലം സംഭരിക്കുന്നതാണ് വയൽ. പ്രളയാനന്തര വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന ലക്ഷ്യവുമായി ദീപ്തിഗിരി ക്ഷീരോത്പാദക സഹകരണ സംഘം സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നി എടവക കൊല്ലൻ കടവിൽ പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ചു. പ്രളയത്തിൽ തകർന്ന തടയണ സന്നദ്ധ സംഘടനയായ ഗൂഞ്ചിന്റെ സഹകരണത്തോടെയാണ് പുനർനിർമ്മിച്ചത്. ക്ഷീരകർഷക കുടുംബാംഗങ്ങളും സമീപവാസികളോടും അടങ്ങിയ 200ഓളം പേർ റിപ്പബ്ലിക് ദിനത്തിൽ ഒത്തുചേർന്നാണ് തടയണ നിർമ്മാണം പൂർത്തിയാക്കിയത്. 45 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ ഉയരത്തിലുമുള്ള തടയണ നിർമ്മിക്കുവാനായി 1500 ചാക്ക് മണലാണ് ആവശ്യമായി വന്നത്. വൈകുന്നേരം കൊല്ലംകടവ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ വെച്ച് എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷ വിജയൻ ജനകീയ തടയണ നാടിന് സമർപ്പിച്ചു. ദീപ്തിഗിരി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് CH പ്രദീപ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രളയാനന്തര വയനാടിന് ഒരു കൈത്താങ്ങ് എന്നുള്ള രീതിയിലാണ് ദീപ്തിഗിരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രളയത്തിൽ നശിച്ചുപോയ ഈ കൊല്ലൻകടവിലെ തടയണ പുനർനിർമ്മിക്കുന്നത്. ക്ഷീര കർഷക കുടുംബ അംഗങ്ങളും അതുപോലെ പ്രദേശവാസികളെല്ലാം ചേർന്ന് ഒരു 250ഓളം പേര് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പ്രവൃത്തിയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. പ്രത്യേകിച്ചും ക്ഷീരകർഷകരെ സംബന്ധിച്ച് വേനൽക്കാലം ഒരുപക്ഷെ പ്രളയത്തെക്കാളും കൂടുതൽ അപകടകരമായ ഒരു ഭീതിജനകമായ അവസ്ഥയാണ്. എടവക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ആഷ മെജോ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കുള്ള ഗൂഞ്ച് ഫാമിലി കിറ്റുകൾ വിതരണം ചെയ്തു. ഗൂഞ്ച് പ്രതിനിധി ഷൈജു KS, ഭരണസമിതി അംഗങ്ങളായ തലച്ചിറ അബ്രഹാം, M മസൂദനൻ, ത്രേസ്യ തലച്ചിറ, സാബു പള്ളിപ്പാടൻ, സേവ്യർ ചിറ്റാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. പച്ചക്കറി കൃഷിയിൽ 100 മേനി കൊയ്ത് തലപ്പുഴ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ മുറ്റത്ത് പരിമിതമായ സ്ഥലത്ത് തട്ടുകളായി തിരിച്ച് തികച്ചും ജൈവ രീതിയിലാണ് കുട്ടികൾ പച്ചക്കറി കൃഷി ചെയ്തത്. വീടുകളിലും ഇത്തരം ജൈവ രീതിയിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് തലപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. തലപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളാണ് സ്കൂൾ കെട്ടിടത്തിന് സമീപത്തെ പരിമിതമായ സ്ഥലത്ത് പച്ചക്കറിത്തോട്ടം ഒരുക്കിയത്. പരിമിതമായ സ്ഥലം തട്ടുകളായി തിരിച്ച് ചീര, വഴുതന, തക്കാളി, പയറ്, ക്യാബേജ്, കോളിഫ്ലവർ, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷിയിറക്കിയത്. ഗ്രാമപഞ്ചായത്തിന്റെയും തവിനാൽ കൃഷിഭവന്റെയും സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾ ജൈവ രീതിയിൽ പച്ചക്കറി ഒരുക്കി 100 മേനി കൊയ്തത്. അധ്യാപകൻ വിജയൻ മാഷിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി. പഠനവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പഠന പ്രവർത്തനം ആണ് നമ്മളിവിടെ ആസൂത്രണം നടത്തിയത്. ജീവിത പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. വിഷകരമായിട്ടുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ജൈവ രീതിയിൽ മാത്രം ചെയ്ത പച്ചക്കറി കൃഷിത്തോട്ടമാണിത്. അതിന് കൃഷിഭവൻ്റെയും അതുപോലെ നമ്മുടെ ഗവൺമെൻറ് UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, മറ്റ് സ്റ്റാഫ് എല്ലാവരുടെയും കുട്ടികളുടെ എല്ലാ സഹകരണത്തോടെയാണ് ഇത് നടത്തിയത്. കുട്ടികളുടെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, നമ്മളെ തവിഞ്ഞാൽ കൃഷി ഓഫീസിലെ സുനിൽ സാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവിടെ. അവരുടെ നല്ല ഒരു കൂട്ടായ്മയും ഈ വിദ്യാലയത്തിനോട് കാണിച്ച ഒരു മാതൃകാപരമായ ഒരു പച്ചക്കറിത്തോട്ടം തന്നെയാണ് എനിക്കിന്ന് ഇവിടെ തോന്നുന്നത്. പഠനത്തോടൊപ്പം കൃഷിയിലും പ്രാവീണ്യം ലഭിക്കുകയും തങ്ങളുടെ വീടുകളിലും ഇത്തരം ജൈവ രീതിയിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കാൻ പ്രചോദനമായതായി വിദ്യാർത്ഥികളും പറയുന്നു. ഞങ്ങൾ സ്കൂളിലെ കുട്ടികളെല്ലാവരും ചെയ്ത കൃഷിയാണ്. ഇതിലെ ബാക്കി തൈ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തന്നെ അതെല്ലാവരും കൂടി എല്ലാവരും വീട്ടിൽ നട്ടു. ഞങ്ങൾ വിദ്യാർത്ഥികളും കൂടി ഉണ്ടാക്കിയ പച്ചക്കറി തോട്ടമാണ്. ഇത് പൂർണ്ണമായി ജൈവ കൃഷിയാണ്. ഇതുപോലെ ഞങ്ങളെ വീട്ടിലും ഈ ജൈവ കൃഷി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരൻ നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗുണശേഖരൻ, PTA പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ഹെഡ് മാസ്റ്റർ പൗലോസ്, കൃഷി ഓഫീസർ KG സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. ഒണ്ടയങ്ങാടി മാർട്ടിൻ നഗർ ദേവാലയത്തിൽ മാർട്ടിൻ ഡി പോറസിന്റെയും സെബസ്ത്യാനോസിന്റെയും തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ തോമസ് തൈക്കുന്നുംപുറം കൊടിയേറ്റി. ഫെബ്രുവരി 3 വരെയാണ് തിരുനാൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന, നൊവേന എന്നിവയുണ്ടാകും. പ്രധാന തിരുനാൾ ദിനമായ ഫെബ്രുവരി 2-ന് ആഘോഷമായ തിരുനാൾ കുർബാന, കൈതക്കൊല്ലി കപ്പേളയിലേക്ക് പ്രദക്ഷിണം, ലത്തീഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും. 3-ന് നേർച്ച ഭക്ഷണത്തോടെ തിരുനാൾ സമാപിക്കും. പ്രധാനമായും നമുക്ക് ഈ കഴിഞ്ഞ വർഷം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ് ഈ തിരുനാൾ ദിനങ്ങളിൽ. വളരെ പ്രത്യേകിച്ച് നമുക്കറിയാം, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അത്ഭുതകരമായ ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്.
കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാമേള ബഡ്സ് ഫെസ്റ്റ് ശലഭങ്ങൾ 2019 എന്ന പേരിൽ കൽപ്പറ്റയിൽ നടന്നു. ജില്ലയിലെ വിവിധ ബഡ്സ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. വേളയിൽ കൽപ്പറ്റ ബഡ്സ് സ്കൂൾ ജേതാക്കളായി. ബഡ്സ് ഫെസ്റ്റ് ജില്ലാ കളക്ടർ അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചെറിയ മിമിക്രിയാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം ആട് കരയുന്നു, മേ 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 മേ. പട്ടി കുരയ്ക്കുന്ന ബൗ 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 ബൗ. അമ്പലവയൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിൽ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. കൊടിയേറ്റും സുവർണ ജൂബിലി ഉദ്ഘാടനവും വികാരി ഫാദർ ചാക്കോ മേപ്പുറത്ത് നിർവഹിച്ചു. വിശുദ്ധ കുർബാന, വചന സന്ദേശം, നൊവേന എന്നിവയുമുണ്ടായി. ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ, ഫാദർ ഷിജു, ഫാദർ പ്രകാശ് വെട്ടിക്കാട്ടിൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിമിത്തേരി സന്ദർശനവും നടന്നു. ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവാണ് അമ്പലവയൽ സെന്റ് മാർട്ടിൻ പള്ളിയെ ഇടവകയായിട്ട് ഉയർത്തിയത്. ഈ നവംബർ 3-ാം തീയതി 50 വർഷം പൂർത്തിയാകുന്നു എങ്കിലും തിരുനാളിനോടനുബന്ധിച്ച് ഈ ജൂബിലി വർഷത്തിൻ്റെ സമാപനം നമ്മൾ കുറിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ദിവസമാണിന്ന്. ബത്തേരി മണിച്ചിറ വോളി അക്കാദമിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ താരങ്ങളെ അണിനിരത്തി മണിച്ചിറയിൽ ഡേ ആൻഡ് ഫ്ലർലിറ്റ് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ടി.എൽ. സാബു കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ട് നിർവഹിച്ചു. ടൂർണമെന്റ് നാളെ സമാപിക്കും.